അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാത്ത പലരുമുണ്ട്. അതിന് സൈക്കോളജിയിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ? വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, സൈക്കോളജി അത് സിഗ്മണ്ട് ഫ്രോയിഡാണ് അതിൻ്റെ ഇന്നത്തെ തലത്തിൽ അറിയപ്പെടുന്ന, ഇതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതൊക്കെ സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹം മനസ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ നിസ്കാരത്തിൽ മനസ്സാന്നിധ്യം കിട്ടണമെങ്കിൽ ഈ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ, ഇതുമായി കണക്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. അഥവാ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നു. ഒരു തെറ്റായൊരു പെരുമാറ്റം, ആ പെരുമാറ്റം അവൻ വിശകലനം ചെയ്യണം. ഈ പെരുമാറ്റം തുടർന്നു പോയാൽ എന്താണ് അവനിക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ? അത് ഭൗതികമായ തലത്തിൽ അവർ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആത്മീയ തലയും കൂടി ചർച്ച ചെയ്യണം. ഞാനിപ്പോൾ ഈ തെറ്റ് തുടർച്ചയായി കൊണ്ടുപോയാൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? അവന് നരകമായിരിക്കും കിട്ടുക, അല്ലേ? അപ്പോൾ അവന് മരിച്ച് ഇങ്ങനെ ഈ തെറ്റായ കാര്യത്തിൽ തുടർന്നു പോയാൽ അവൻ എവിടേക്കെത്തും? നരകത്തിലേക്കെത്തും. ഇതാണ് ഇസ്ലാം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവൻ ഇത് മാറ്റിയെടുക്കേണ്ടതുണ്ടോ? വയസ്സിത്രയായി, ഇത്രയും കാലം ദുഷിച്ചമായ ചില തെറ്റുകൾ അവൻ തുടർന്നു പോരുന്നു. ഇതിനെന്ത് പരിഹാരം? അത് മാറ്റിയെടുക്കണം. അതിനെന്തൊക്കെ ചെയ്യണം? അതൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമികപരമായിട്ട് ഈ സൈക്കോളജിയുമായിട്ട് വളരെ ബന്ധമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മനസ്സ് എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ വിഷയമാണ്. ഇതിൽ ഒരു ദിവസം തന്നെ മനസ്സിൽ 80,000 ചിന്തകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സങ്കല്പിക്കാൻ പലർക്കും കഴിയില്ല. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി ഏകദേശം ഒരു ധാരണ എത്തി. എവിടെയാണ് കൃത്യമായി എന്ന് പറയാൻ കഴിയില്ല. അവിടെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഒന്ന് ബോധമനസ്സ്, ബോധപൂർവം ചെയ്യുന്ന, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് ബോധപൂർവമുള്ള മനസ്സുകൊണ്ടാണ്. ഞാൻ എന്താണ് പറയുന്നത്, ഓരോ വാക്കും ഞാൻ ചിന്തിച്ച് ആയിട്ടാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് എൻ്റെ അവബോധ മനസ്സുണ്ട്. അഥവാ എനിക്കൊരു ബോധവും ഇല്ലാതെ ഞാൻ അശ്രദ്ധരായിട്ട് നിൽക്കുന്ന ഒഫലത്ത് എന്ന് പറയുന്ന ഘട്ടം, അല്ലേ? ഇതിലാണ് പല മനുഷ്യരും. ഖുർആൻ പറഞ്ഞ ഒരുപാട് സ്ഥലത്ത് മനുഷ്യരൊക്കെ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മനുഷ്യൻ ഈ മനസ്സിലാണ് അവന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ ഒരു കാര്യമാണ് മനസ്സിലെപ്പോഴും ബോധവൽക്കരിക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഏത് ചെറിയ പ്രവർത്തനമാണെങ്കിലും വജ്ഹില്ല, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം. എൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം. അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തമാണ്, അവൻ്റെ റിളയാണ്, അവൻ്റെ സ്വർഗമാണ് എനിക്കാവശ്യം. ഇതാണ് ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തെ പറയുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തിയെ പറയും. ഇത് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം. അതിന് നിരന്തരം ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിഷയം വരുന്നത് ഉപബോധ മനസ്സുണ്ട്, നമ്മൾ പറഞ്ഞു അവബോധ മനസ്സ്. അപ്പോൾ ഇതിനാണല്ലോ എന്തു പറയുക, കോൺഷ്യസ് മൈൻഡ്, ബോധപൂർവമുള്ള മൈൻഡ്. ഇനി സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയേണ്ട ഒരു മൈൻഡുണ്ട്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അത് ഉപബോധ മനസ്സ്. അഥവാ പറ്റ ഒഫലത്തുമല്ല, എന്നാൽ പൂർണ്ണമായിട്ട് ബോധമുള്ള മനസ്സുമല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മനസ്സ്. ഇങ്ങനെ 3 മനസ്സാണ് പ്രധാനമായിട്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ബോധപൂർവം ചെയ്യുന്ന അമലുകൾ ബോധപൂർവം ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു ചെയ്യുന്ന പ്രവർത്തനത്തിൽ, ഇബാദത്തിൽ എന്ത് കിട്ടണമെങ്കിൽ, ശ്രദ്ധ കിട്ടണമെങ്കിൽ വേണ്ടത്. അപ്പോൾ നിസ്കാരം എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നിസ്കാരത്തിൽ അല്ലാഹു തആല അതിലേക്ക് അശ്രദ്ധയിലായിരിക്കുന്ന മനുഷ്യൻ, പല ജോലികളിലായിട്ട് ഏർപ്പെടുന്ന മനുഷ്യൻ, അവൻ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്ക് നേരെ വന്ന് കൈകെട്ടി നിസ്കരിച്ചാൽ പോരാ.
അവനെ അവബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിൽ നിന്ന് അവനെ ബോധ മനസ്സിലേക്ക് എത്താൻ അള്ളാഹു തആല പലതും നിയമമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബാങ്ക്. ഞാൻ മനസ്സിലാക്കുന്നതാണ്, മനുഷ്യനെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മനുഷ്യൻ ചിന്തിക്കണം, എനിക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാൻ സമയമായി, എനിക്ക് അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ, അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി 4 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് സമയമായി. അല്ലേ? നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇത്ര വയസ്സായിട്ട്, എനിക്ക് 40, 30, 50 വയസ്സായിട്ട് ഞാൻ എൻ്റെ നിസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? നിസ്കരിക്കണമെന്ന്. ആഖിമി സ്വലാത്ത ലിദിക്രി. നിസ്കാരം നിർബന്ധമാക്കിയത് അള്ളാഹുവിനെ ഓർക്കാനാണ്. എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത്രയും വയസ്സായ, ഇത്രയും വർഷം ഞാൻ നിസ്കരിച്ചിട്ട് എൻ്റെ നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടോ? സലാം വീട്ടുമ്പോഴാ പലരും നിസ്കാരത്തിലായിരുന്നു എന്ന വിഷയം അറിയുന്നത്. അല്ലേ? ഇതാണ് എൻ്റെയും നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ. ഇത് മാറ്റിയെടുക്കണം. അതിന് പരിഹാരം എന്താണ്? അതിനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. ഒന്ന്, ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ഞാനിത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം. അത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഭംഗിയായ രൂപത്തിലെടുക്കണം. ഉദുവ്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ശുദ്ധിയായി ഞാനിതാ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് നിൽക്കാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് നിസ്കാരം. ശരീരത്തിൽ നജസുണ്ടാവാൻ പാടില്ല. അതെന്താണ്? ഞാൻ ചെയ്യുന്ന പ്രവർത്തനം അത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം. അതിന് ആ രൂപത്തിൽ നിസ്കരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നജസിൽ നിന്ന് ശുദ്ധിയാവുന്നത്, വുളുവിൻ്റെ ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പാലിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കൈ കെട്ടുന്നു. അപ്പോഴുള്ള നിയ്യത്താണ്. നിയ്യത്ത് വരുന്നത് അതും മനുഷ്യനെ ബോധ മനസ്സിലേക്ക് നിർബന്ധമായിട്ട് കൊണ്ടുവരികയാണ്. അല്ലേ? പണ്ടുള്ളവരൊക്കെ നിയ്യത്ത് വെക്കാറ്, ഉസല്ലി ഫർള മഗ്രിബി സലാസ റകഅത്തി മുതവജ്ജിൻ ഇലൽ ഖിബ്ലത്തി അൽ ഇമാമി ലിവജ്ഹില്ല എന്ന് പറയാറുണ്ട്. അള്ളാഹുവേ, നിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, നിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് ഞാൻ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ നിസ്കാരത്തിലേക്ക് വരുന്നത്. അവരുടെ മനസ്സ് അപ്പോഴും കൊണ്ടുവരുന്നത് അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, ഞാനിതെന്നെ ഓർക്കാൻ വേണ്ടി, നിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഞാൻ നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. ഇനി നിസ്കാരം കഴിഞ്ഞ് കൈ കെട്ടിയാൽ അല്ലാഹു അക്ബർ, അള്ളാഹുവേ നീയാണ് ഏറ്റവും വലുത്, എൻ്റെ മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി എനിക്ക് ഏറ്റവും ചിന്തിക്കാനും ഞാൻ ഓർക്കാനും വലുത് നീയാണെന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു അക്ബർ, നീയാണ് വലുത്. ബോധപൂർവം ചെയ്യണം. കൈ കെട്ടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഞാനൊന്നുമല്ല, നീയാണ് വലുത്. പിന്നീട് ഫാത്തിഹയിൽ വജ്ജഹത്ത് ഓതുന്നു. വജ്ജഹത്തു സുബ്ഹാനല്ലാഹ് വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമ. ഞാനിത് അള്ളാഹുവേ, നിന്നിലേക്ക് ഞാൻ എൻ്റെ മുഖം മുന്നിടിച്ചിരിക്കുന്നു. മുഖമെന്ന് പറഞ്ഞാൽ അതെൻ്റെ പൊരുത്തത്തിന് വേണ്ടി എൻ്റെ ശരീരമാകെ ഇതാ ഞാനിത് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു, എന്നോർക്കാൻ വേണ്ടി സജ്ജരായിരിക്കുന്നു. ബോധ മനസ്സിലേക്ക് എന്നെ പറഞ്ഞ് നമ്മുടെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുഴുവനും നല്ലത് പ്രവർത്തിക്കുമ്പോൾ നല്ല ചിന്തകൾ വരും. മോശപ്പെട്ട പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് ചീത്ത ചിന്തകൾ കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വജ്ജഹത്തു, ആ വജ്ജഹത്തിൽ വരുന്നത് ഇന്ന സ്വലാത്തി വനസുക്കി ഒമഹയായ ഒമമാത്തി, അള്ളാഹുവിൻ്റെ നിസ്കാരം, ആരാധനകൾ മുഴുവനും ലിവജ്ഹിയില്ല, ലില്ലാഹി എന്നർത്ഥമുള്ള സ്ഥലത്തൊക്കെ അള്ളാഹുവിന് വേണ്ടി എന്നർത്ഥം വെക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിൽ വെക്കേണ്ട അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രം ഞാനിത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം നമ്മൾ ഫാത്തിഹ ഓതാൻ. എന്നിട്ട് ഫാത്തിഹയാണെങ്കിലോ അതാണ് അല്ലാഹു തആലയോട് പറയുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്ക്, സൈക്കോളജിയായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ മനസ്സിൽ പറയുന്നത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാ. മൊത്തം ഒരാശയം പറയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. അല്ലേ? എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടിയോ അത് ഞാൻ ഭൗതികമായിട്ട് ഒന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്ന അള്ളാഹ്, നിനക്കാണ് സർവസ്തുതിയും. അർ-റഹ്മാനി റഹീം, നീയാണ് കരുണ ചെയ്യുന്നവൻ, കാരുണ്യവൻ നീ മാത്രമാണ്. അങ്ങനെയുള്ള റബ്ബ്, ഞാൻ റബ്ബിനെ ഇങ്ങനെ മനസ്സിലേക്ക്, എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. മാലിക് യൗമിദ്ദീൻ, ഈ റബ്ബ് കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്, എല്ലാ നന്മക്കും അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞ ആ റബ്ബിൻ്റെ മഹത്വവൽക്കരിച്ച് പറയുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും നാളെ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ്. അന്ന് വേറെ ആർക്കും അധികാരമില്ല തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ കഴിവുള്ള അള്ളാഹ്.
ആ അള്ളാഹുവിൻ്റെ അദാബിൻ്റെ ഭാഗവും അധികാരത്തിൻ്റെ ഭാഗവും കാരുണ്യത്തിൻ്റെ ഭാഗവും എല്ലാം മനസ്സിലാക്കി ആ അള്ളാഹുവിനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പറയാണ് ഇയ്യാക നഅ്ബുദു, അള്ളാഹ് നിനക്ക് വേണ്ടി ഞാൻ ആരാധിക്കുന്നു, അള്ളാഹ് നിനക്ക് വേണ്ടി മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ സഹായം തേടും. എന്നിട്ട് അള്ളാഹ് പറയാണ്, അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ് നിനക്ക് എന്ത് സഹായം വേണ്ടത്? പറയാം, എനിക്കൊരൊറ്റ സഹായം മതി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. നിൻ്റെ അമ്പിയാക്കൾ, നിൻ്റെ ഔലിയാക്കൾ, അവർ ഓരോ ആരാധനയിലും അവർ കരുതിയത് നിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചതാണ്. ആ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ജീവിച്ച വഴിയിൽ സന്മാർഗത്തിൻ്റെ ആ ഒരു റൂട്ടിൽ എന്നെയും ചേർത്തി തരണേ. എനിക്കൊരൊറ്റ കാര്യം വേണ്ടുള്ളൂ. അള്ളാഹ് മുൻകാലത്ത് കഴിഞ്ഞു പോയ നിൻ്റെ അമ്പിയാക്കൾ, നിൻ്റെ ഔലിയാക്കൾ, അവരൊക്കെ നീ ഇഷ്ടപ്പെട്ട അടിമകൾ, അവരൊക്കെ നിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രം അവരുടെ ഓരോ സെക്കൻഡുകളും ഹറക്കാത്തുകളും അവർ ചിലവഴിപ്പിച്ചെങ്കിൽ ആ ചിലവഴിച്ച റൂട്ട് അതേപോലെയുള്ള ഒരു സന്മാർഗത്തിലേക്ക് എന്നെ ചേർത്തി തരണേ, അതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തരുതേ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചിന്തിച്ചിട്ട് നിസ്കരിക്കണം. അപ്പോൾ നമ്മുടെ ഓരോരോ സെക്കൻഡിലും നിസ്കാരം കൈ കെട്ടുമ്പോഴൊക്കെ ചിന്തിക്കുക, ഈ നിസ്കാരം നാളെ റബ്ബ് പൊരുത്തപ്പെടുന്ന രൂപത്തിലാവണം. ഇതിനെക്കുറിച്ച് ആദ്യം ചോദിക്കും, ഈ ഇന്നത്തെ മഗ്‌രിബ് അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നിസ്കരിച്ചത്? പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ ആ രൂപത്തിൽ ആ ചിന്ത വന്നിട്ടുണ്ടോ? എൻ്റെ നിസ്കാരം എന്താവണം? അള്ളാഹ് പൊരുത്തപ്പെട്ട രൂപത്തിലാവണം എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കണം. അപ്പോഴാണ് അതിന് ഫലം ഉണ്ടാവുന്നത്. അങ്ങനെ കൈകെട്ടി നിസ്കരിച്ച് നോക്കൂ നിങ്ങൾ. പടച്ച റബ്ബേ, ഈ നിസ്കാരം ഞാൻ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കാൻ പോവാണ്. ഈ റബ്ബ് ഈ സംസ്കാരത്തെക്കുറിച്ച് റബ്ബിനോട് ചോദിക്കും. അപ്പോൾ എനിക്ക് നല്ല മറുപടി പറയണം. ആ രൂപത്തിൽ ഇനി ഞാൻ അത് നിസ്കരിക്കാൻ പോവുകയാണ്. നീ കബൂലിയത്ത് നീ സ്വീകരിക്കുന്ന രൂപത്തിൽ ഞാൻ നിസ്കരിക്കുകയാണ്. ഞാൻ എൻ്റെ ചിന്തകൾ മുഴുവനും അള്ളാഹ് നിനക്ക് പൊരുത്തത്തിന് വേണ്ടി മാത്രം, നിന്നെക്കുറിച്ച് ഓർത്ത്. എനിക്കൊരുപാട് ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ പറയുമ്പോൾ നിസ്കാരം ഉടനീളം പറഞ്ഞില്ല. അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹയാണ്. അള്ളാഹിനെക്കുറിച്ച് സ്തുതിക്കുകയാണ് നിസ്കാരം മുഴുവനും. അള്ളാഹുവേ, എത്രയോ ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നു. ആ ഒരു പ്രയാസമൊന്നും എനിക്ക് തരാതെ ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ്. അതാണ് ഇത്ദാലി റബ്ബനാ ലക്കൽ ഹംദു മിൻ അസ്സമാവാതി. ആകാശം ഭൂമിയും മുഴുവൻ നിറയുന്നേക്കാണ് സ്തുതി. റുക്കൂയിൽ അതാ പറഞ്ഞു സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സ്തുതികൾ മുഴുവൻ നിനക്കാണ്. റുക്കൂ ചെയ്യുമ്പോൾ നമ്മൾ പറയും അല്ലാഹു മലക റകഅതു ബികമന്തു. ഓരോരോ ഫർള് ചെയ്യുമ്പോഴും റുക്കൂ ചെയ്യുമ്പോഴും ഇഅ്തിദാൽ ചെയ്യുമ്പോഴും നമ്മളെ ബോധ മനസ്സോട് കൂടെ ചെയ്യണം. ഞാനിതാ റുക്കൂ ചെയ്യുന്നു, ഈ റുക്കൂ എനിക്ക് അള്ളാഹ് പൊരുത്തപ്പെട്ട രൂപത്തിലാവണം. റബ്ബേ ലക റകഅതു ബികമന്തു വലക അസ്ലംതു അശഅലക സമഇ വബസരി. അല്ല, റുക്കൂയിൽ അധികം ചില സുന്നത്തുള്ള ദിക്റുണ്ട്. എൻ്റെ കേൾവിയും എൻ്റെ കാഴ്ചയും എൻ്റെ എല്ലും എൻ്റെ മജ്ജയും എൻ്റെ എല്ലാം ഇല്ല എൻ്റെ വജ്ഹിന് വേണ്ടിയതാ, ഞാൻ നിനക്ക് വേണ്ടി കീഴ്പ്പെട്ട് ഒതുങ്ങി നിൽക്കുന്നു. ഇതാ റുക്കൂയിൽ കരുതേണ്ടത്. ഇഅ്തിദാൽ സ്തുതിക്കുകയാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൻ അസ്സമാവാതി. ആ ദിക്ർ ചൊല്ലിയതിനു ശേഷം വീണ്ടും നമ്മൾ പറയണം സർവസ്തുതി ലാ മാനിയ ലിമാ അഅ്തൈത വലാ മൂതിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദു മിൻകൽ ജദ്ദ്. ഇഅ്തിദാൽ വർദ്ധിപ്പിക്കൽ സുന്നത്ത്. അള്ളാഹു, നീ തരാൻ ഉദ്ദേശിച്ചതേ എനിക്ക് കിട്ടും. നീ തടഞ്ഞു വെച്ചത് ആര് തരാൻ വിചാരിച്ചാലും അതെനിക്ക് കിട്ടുകയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് നിസ്കാരത്തിൽ ഉടനീളം വരേണ്ടത്. ഈ ചിന്ത വന്നിട്ട് നിസ്കരിക്കണം. അങ്ങനെ സുജൂദ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, മേലെയായ അല്ലാഹുവിനെ സ്തുതിച്ച്, പഠിച്ചോനെ എൻ്റെ അവയവത്തിന് ഒരു കുഴപ്പമില്ല, എൻ്റെ ഒരു പ്രശ്നമില്ല, ആ സുജൂദ് ഞാൻ ചെയ്യുന്നു. സജ്ദ വജ്ഹിഹി ലില്ലദി ഖലഖു വസവ്വറ വശഖ സമഉ വബസറു ബിഹൗലി ഖുവതി വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖ്. എൻ്റെ ചെവി, കാഴ്ച, ബുദ്ധി ഇതെല്ലാം തന്ന അല്ലാഹ്, നിന്നെ ഓർത്ത് ഞാനിതാ സുജൂദ് ചെയ്യുന്നു. ഇങ്ങനെ നിസ്കാരത്തിലുടനീളം ചെയ്യണം. ഈ ചിന്ത വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്തഹിയാത്ത് 2 റക്അത്ത് കഴിഞ്ഞ് ഉടൻ അത്തഹിയാത്ത് വരുന്നു. അവിടെയും പറയുന്നു അത്തഹിയാത്തു മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാ. എൻ്റെ അത്തഹിയ നിസ്കാരം, എൻ്റെ കാര്യങ്ങളൊക്കെ ലില്ലാ, എൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ്. 4-ാമത്തെ റക്അത്ത് സലാം വീട്ടുമ്പോഴും
അവൻ പറഞ്ഞ തഹിയാത്തുൽ ബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തുലില്ല, എൻ്റെ നിസ്കാരമൊക്കെ അവിടെ അല്ലാഹുവിനിക്കാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ്. വേറെ ഒരാൾ കാണാൻ വേണ്ടിയോ ഒരാൾ ഉദ്ദേശമില്ലാതെ മറ്റുദ്ദേശങ്ങളില്ലാതെ അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഞാൻ ആരാധിക്കുന്നു, അതിനുവേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, നിന്നെ ഓർക്കാൻ വേണ്ടി. ഇതൊക്കെ നിയമത്തുകളൊക്കെ ഞാൻ അനുഭവിച്ചു. നിനക്ക് പകരം ഞാൻ ചെയ്യുന്നത് നിന്നെ ഓർത്തുകൊണ്ടുള്ള ഒരു റുക്കുവ, ഒരു സുജൂദ്, ഒരു എത്തിദാല്, ഇത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അള്ളാഹ് നാളെ ഇത് ചോദ്യം ചെയ്യുമ്പോൾ ഇത് സ്വീകരിക്കുന്ന രൂപത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് കബൂലിയത്താവണേ. അല്ലേ? ചിലരെ നിസ്കരിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ചിന്ത എന്താ? മനസ്സിൽ ഭൗതികമായ നേട്ടങ്ങളാണ്. അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം നല്ലതല്ല. അതാണ് നമ്മൾ സമുദായത്തിന് പറ്റിപ്പോയത്. നല്ലത് പ്രോത്സാഹിപ്പിക്കുന്ന ഈ ചിന്തയില്ലാതെ അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെറുപ്പത്തിലെ കുട്ടികളെ പ്രേരിപ്പിക്കുക. നിസ്കരിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, പഠിക്കുന്നത് അതൊരു സമ്മാനത്തിന് വേണ്ടി, ഭൗതികമായ ചില സമ്മാനങ്ങൾ കൊടുത്തിട്ട് പ്രേരിപ്പിക്കേണ്ട ഒന്നല്ല. അവിടെ അല്ലേ സദസ്സുകൾ, മൗലിദ് സദസ്സുകൾ, ചില സിക്റിൻ്റെ സദസ്സുകൾ ചോറിന് വേണ്ടി ഭക്ഷണം കൊടുത്താൽ മാത്രം നടത്തുന്ന പരിപാടി. അവൻ്റെ ഉദ്ദേശം എന്താണ്? ചോറ് കിട്ടണം, ഭക്ഷണം കിട്ടണം. അവൻ്റെ ചിന്തയിൽ മാറ്റം വരികയാണ്. കുട്ടികളോട് പറയുകയാണ്, ഇന്ന് ചോറുണ്ട്, ഭക്ഷണം പുതുക്ക് മജ്ലിസിന് പോകണം. അവൻ്റെ മജ്ലിസിൽ പോകുന്ന സമയത്ത് അവൻ്റെ ബോധ മനസ്സിൽ എന്താ പറയുന്നത്? അള്ളാഹുവിൻ്റെ പൊരുത്തം എന്നുള്ളത് അവൻ മറന്നുപോവുകയാണ്. അവന് ഭാവിയിലും ഈ ചിന്തയാണ് വരുന്നത്. കുട്ടിക്കാലത്ത് ഈ ചിന്തയിൽ പോയി ഭാവിയിലാകുമ്പോൾ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു മാധുര്യം അവൻ കിട്ടുന്നില്ല. അതെപ്പോഴാണ് കിട്ടുക? അവൻ്റെ മനസ്സിൽ ബോധത്തോടു കൂടെ ഏതൊരു ദിക്റ് ചൊല്ലുമ്പോഴും ഏതൊരു നിസ്കാരത്തിലേർപ്പെടുമ്പോഴും അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഞാനിതാ ചെയ്യുന്നു. അപ്പോൾ അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അള്ളാഹിൻ്റെ ഓരോ പ്രവർത്തനം മുഴുവനും, എൻ്റെ കൂട്ടുകെട്ടിൽ കൂടുമ്പോഴും എവിടെ ആരോട് സംസാരിക്കുമ്പോഴും അവൻ ഏർപ്പെടുന്ന പ്രവർത്തനത്തിലും അവന് ചിന്ത വരികയാണ്, പടച്ചോൻ ഇത് അള്ളാഹുക്ക് ഇഷ്ടപ്പെടുമോ? അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാകുമോ? ഒരു സിനിമ കാണുമ്പോൾ അവൻ്റെ ചിന്ത വരികയാണ്, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ലേ? അപ്പോൾ ആ ചിന്തയിൽ വരുമ്പോൾ അവൻ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇങ്ങനെ അവൻ്റെ ജീവിതത്തിനുടനീളം ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. ഞാൻ പറയുന്നത് ഇങ്ങനെ 3 മനസ്സുണ്ടെങ്കിലും ഒരു മനസ്സും കൂടി സൈക്കോളജിയിൽ പറയുന്നുണ്ട്, അതാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെ ബോധപൂർവ്വ മനസ്സിൽ ഇങ്ങനെ നിരന്തരം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിന് മാറ്റം വന്ന് ഹലാവത്ത് കിട്ടി അവന് സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നു. അത് ഔലിയാക്കളെ മനസ്സിലെത്തുകയാണ്. ഇതിന് ചിന്തിക്കണമെങ്കിൽ, ഈ ചിന്ത എത്തണമെങ്കിൽ പൈസയൊന്നും കൊടുക്കണ്ട. ഇത് നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യാമെന്ന് ചിന്തിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുഴുവനും വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് മാറ്റം വരുന്നു, സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് സൈക്കോളജിയിലുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ആത്മീയമായിട്ട് അനുഭവം കാണാൻ പറ്റാത്ത പലതും നമ്മൾ കാണും. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ പറയുന്നത്, ഇനി ഭാവിയിൽ വരാൻ പോകുന്നതൊക്കെ അള്ളാഹു തആല അറിയിച്ചു തരാൻ മനസ്സിലേക്ക് വരും. ഇതെന്തുകൊണ്ട്? ഈ മനുഷ്യൻ്റെ മനസ്സ് ബോധപൂർവ്വം അള്ളാഹുവിലേക്ക് അടുത്തടുത്ത് വരുമ്പോൾ, നബി തങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യൻ്റെ മനസ്സ് നന്നായാൽ അവൻ്റെ ശരീരം മൊത്തം നന്നായി. അവൻ്റെ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആ ഹൃദയത്തിലേക്ക് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, ചീത്ത ചിന്തകൾ വന്നുകൂടിയാൽ അത് അവൻ്റെ ശരീരം മൊത്തം നാശത്തിലായി പോകും. അവന് പിന്നീട് അവൻ്റെ നിസ്കാരത്തിൽ പിന്നെ ശ്രദ്ധ കിട്ടൂല. അപ്പോൾ ആ മനസ്സ് നന്നായിരിക്കണം ഏത് സമയത്തും. അതാ പറഞ്ഞത് അഫ്ലഹ മൻ സക്കാഹ. ആ മനസ്സിനൊരാൾ ശുദ്ധീകരിച്ചാൽ അവൻ വിജയിച്ചു. ഖുർആനിലുടനീളം പറയുന്നതാണ്, ഹൃദയം ശുദ്ധിയാക്കിയാൽ, അഥവാ മനസ്സ് ശുദ്ധിയായി. മനസ്സാണ് ശുദ്ധിയാക്കേണ്ടത്, നമ്മുടെ ശരീരമോ ബാഹ്യ പ്രവർത്തനങ്ങളോ അല്ല. ഉടനീളം ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. അല്ലാഹു തആല നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കി നിസ്കരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതം നന്നായി ബോധപൂർവ്വമുള്ള ജീവിതം, ഓഫലത്തുകൾ മാറ്റി ചെയ്യുന്ന ഒരു അമൽ വളരെ കുറവാണെങ്കിലും, ഒരു 4 ദിക്റാണെങ്കിലും 5 മിനിറ്റ് ഞാൻ നിസ്കാരം, ആ 5 മിനിറ്റ് ഞാൻ ബോധപൂർവ്വം നിസ്കരിക്കുന്നു എന്നതിലേക്ക് നമ്മുടെ കൊണ്ടുവരാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അതൊരു വിശാലമായ വിഷയമാണ്. ഈ ഒരു ചിന്തയിൽ നിസ്കരിച്ചാൽ നല്ല മാറ്റം നിങ്ങൾക്ക് വരും. നിങ്ങളത് മാറ്റമുണ്ടെങ്കിൽ
നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.